ടി സിദ്ദിഖ് MLA കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ടി സിദ്ദിഖ്, ഇന്നിപ്പോൾ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ കെ വി തോമസും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്താനും പോവുകയാണ്. പ്രത്യേക പാക്കേജ് അല്ലെങ്കിൽ L3 ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യം, ഇതിലൊന്നും തന്നെ ഇതുവരെ അനുഭാവപൂർവ്വമുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ എന്നതാണ് നമ്മെ നിരാശപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഏറെ വിഷമകരമായിട്ടുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒന്ന്, പ്രധാനമന്ത്രി ഈ വിഷയമുണ്ടായതിൻ്റെ 30-ാം തീയതി ഉരുൾപൊട്ടലുണ്ടായി 30-ാം തീയതി തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധി ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. വീണ്ടും അദ്ദേഹം പാർലമെൻറ്റിൽ പ്രശ്നമുയർത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെ തുടർന്ന് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമന്ത്രി വന്ന് ദുരന്ത സ്ഥലം കണ്ടു, പരിക്ക് പറ്റിയവരെ കണ്ടു, ആശുപത്രിയിൽ പോയി സന്ദർശിച്ചു. അതിനുശേഷം കലക്ട്രേറ്റിലെ യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രമുഖ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ജനപ്രതി എന്ന രീതിയിൽ. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക്, നിങ്ങൾ വയനാട്ടുകാർ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ദുരന്തത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും കൂടെയുണ്ട്. ആ വാക്കിനോട് ഒരു മിനിമം നീതി പോലും ഇതുവരെ കേന്ദ്ര സർക്കാർ പുലർത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ദുരന്തമുണ്ടായി 100 ദിവസം കഴിഞ്ഞു. ആ 100 ദിവസം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് അടിയന്തര സഹായം ലഭ്യമാക്കാൻ അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ആ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കൊടുത്താൽ അടിയന്തര സഹായം ഇത്ര നൽകുന്നു, ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്താവാം എന്ന് മിനിമം സാമാന്യ മര്യാദ കാണിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അത്രയും ഒരു ഗുരുതരമായ സാഹചര്യം. ഇത്ര മനുഷ്യ സമ്പത്ത് നഷ്ടപ്പെട്ടു, പ്രകൃതി സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, സർവസ്വവും തകർന്ന് തരിപ്പണമായി. അവിടെയുള്ള പാലം ഉൾപ്പെടെ, റോഡ് ഉൾപ്പെടെ, അവിടെ ഉണ്ടായിരുന്ന ഓഫീസുകൾ ഉൾപ്പെടെ, അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ ഉൾപ്പെടെ സകലമാന സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെ അല്പമൊന്ന് ആശ്വാസം കിട്ടാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാർ സമീപനം ഹൃദയഭേദകമാണ്. ഒരിക്കൽ പോലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്. അതിൻ്റെ കൂടെ തന്നെ സംസ്ഥാന സർക്കാരും ചില ഉത്തരവാദിത്തങ്ങൾ ഗൗരവത്തോടുകൂടി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്ന്, ദുരന്തബാധിതർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു മെഡിക്കൽ പാക്കേജ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇന്നും ഞാൻ കണ്ടിരുന്നു, ഞാൻ മേപ്പാടിയിൽ നൗഫലിൻ്റെ ഉദ്ഘാടനം ചെയ്തായിരിക്കുന്ന കടയിൽ ഞാൻ പോയിരുന്നു. നൗഫൽ എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളാണ് നൗഫൽ. ഞാൻ അവിടേക്ക് പോയപ്പോൾ ഒരു സ്ത്രീ കടന്നു വന്ന് എന്നോട് പറഞ്ഞത് അവരുടെ തുടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടതായിരിക്കുന്ന സാമ്പത്തികമായ ബാധ്യതയെക്കുറിച്ചാണ്. അത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയോട്, മന്ത്രിയോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് പ്രത്യേകമായിട്ടുള്ള സിസ്റ്റം ഇതിന് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണം. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ, കുട്ടികളുടെ പഠനം, അതോടൊപ്പം അവർക്ക് വേണ്ടതായിരിക്കുന്ന ജീവനോപാധികളുടെ തിരിച്ചു കൊടുക്കൽ, അതോടൊപ്പം അവർക്ക് 3 മാസം കഴിഞ്ഞാൽ അവർക്ക് 300 രൂപ ദിനപത്ര കൊടുക്കുന്ന അവസാനിക്കും. അത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അവർക്ക് ജീവനോപാധി തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ പോകും? സ്പോൺസേഴ്സിൻ്റെ ചർച്ച നടത്താൻ അസംബ്ലിയിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ചെയ്യും എന്ന് ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. പല സ്പോൺസേഴ്സും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്ത് ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വേദന നേരിട്ട് ഓരോ ദിവസവും കാണുന്ന ഒരു ജനപ്രതി എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്. കേന്ദ്ര സർക്കാർ കാണിച്ചതായ സമീപനം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. അത് അടിയന്തരമായി നികത്തണം. സംസ്ഥാന സർക്കാർ അവരുടെ പാളിച്ചകൾ, വീഴ്ചകൾ തിരുത്തി പുനരധിവാസ പ്രവർത്തനത്തിന് വേഗത കൂട്ടാനുള്ള നടപടി സംസ്ഥാന സർക്കാരും സ്വീകരിക്കണം.